everyone. അതായത് ഇവിടെ ഒരു പ്രിവിലേജ് ക്ലാസ് ഇല്ല. ഒരു രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ രാജകുടുംബത്തിലെ അംഗങ്ങളോ ഇങ്ങനൊരു കൺസിഡറേഷൻ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും എന്ത് ചെയ്യും? ദ സെയിം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇലക്ഷൻ നിന്ന് ജയിച്ചാൽ മതി. എനിക്ക് MP ആണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഇലക്ഷൻ നിന്ന് ജയിച്ചാൽ മതി. എല്ലാവർക്കും സെയിം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. വിച്ച് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് അണ്ടർ ദ ഐഡിയ ഓഫ് പ്രിവിലേജ്ഡ് ക്ലാസ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രിവിലേജ് ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്നുള്ളത് റിപ്പബ്ലിക് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് ടൈപ്പ് ഓഫ് പോളിറ്റി. ഇനി നമുക്ക് വരുന്നത് പൊളിറ്റി കഴിഞ്ഞു, ടൈപ്പ് ഓഫ് പൊളിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സാണ് വരുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ശരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫണ്ടമെന്റൽ റൈറ്റ്സിലും DPSPയിലും ആയിരിക്കും പഠിക്കുക. ഇവിടെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റിസ് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ പറയുന്ന സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാവരും ഈക്വൽ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ സൊസൈറ്റി ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ആംഗിളാണ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഈ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് സോഷ്യൽ. എനിക്ക് ഡിസ്ക്രിമിനേഷൻ പാടില്ല. എന്നെ ജെൻഡർ വൈസിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻകം വൈസോ, അത് എക്കണോമിക് ആണ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ഓഫ് ലിവിങ് ബേസിലോ ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. കാസ്റ്റ് ബേസിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. എക്കണോമി പറയുവാണെങ്കിൽ ഇൻകം വൈസ് എനിക്കിപ്പോൾ പ്രസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ 10 കോടി രൂപ ആനുവൽ വരുമാനം ഉണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെ പറയാൻ പാടില്ല. അതാണെന്ന് പറയുന്നത് എൻ്റെ എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. എനിക്ക് എന്തുണ്ടാവും? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. എനിക്ക് സ്കിൽ സെറ്റ് ഉണ്ട്, ജോലി ചെയ്യാം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ സ്റ്റാർട്ട് വർക്ക്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ദി വർക്ക്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വർക്ക് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുക. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, ഞാനും നിങ്ങളും എല്ലാവർക്കും എന്താണ്? ഒരു വോട്ടാണ്. സെയിം വോട്ട് എന്ന് പറയുന്ന കൺസിഡറേഷനാണ് അവിടെ ഉള്ളത്. അതിനകത്ത് എന്തില്ല? ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതായത് ആർട്ടിക്കിൾ 326 അടിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സെയിം വോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ഒരു വോട്ടിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്താലും അംബാനി ചെയ്താലും സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മളെന്ന് വിളിക്കുക പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലും DPSPയിലും കാണാൻ പറ്റും. ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഡിനോട്ട് ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ സിറ്റിസൺസ്. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓൺ കാസ്റ്റ്, കളർ, റേസ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ഇത് വെച്ചൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്കണോമിക് ജസ്റ്റിസ് പറയുന്നത് അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയുടെ ആണ്. ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് മീൻസ് ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്സ്, അല്ലെങ്കിൽ ഈക്വൽ ആക്സസ് ടു പബ്ലിക് ഓഫീസ്. ഇതാണ് നമ്മുടെ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആർട്ടിക്കിൾ 14, 15, 16, 17 ഒക്കെ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇതിനെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. കാരണം ഇതൊരു സിംഗിൾ സെൻസിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലാസ്സിൽ തീരുന്ന ഐഡിയ അല്ല ജസ്റ്റിസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് ഈസ് ഹാവ് വെരി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, or should be having very deeper understanding. അടുത്ത നോക്കിയേ ലിബർട്ടിയാണ്. നമ്മൾ ഓൾറെഡി ഈ ലിബർട്ടീനെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. ജസ്റ്റിസും ഇനിഷ്യലി പറഞ്ഞായിരുന്നു. Again, liberty. The term liberty means the absence of restraints on the activities of individuals. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. ഇതെന്താണ്? ഇതൊരു ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻറ്റ് ആണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ലിബർട്ടി എന്ന് പറയുന്ന പേരിൽ നമ്മൾ വിളിക്കുക. ഈ ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഒരു ഇൻഡിവിജ്വലിനെ എടുക്കും. ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലിനെ എടുക്കുക. ഇൻഡിവിജ്വലിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ലിബർട്ടി മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ ഡു എനിത്തിങ് വിത്തൗട്ട് എനി ഇഷ്യൂ. ഇൻഡിവിജ്വലിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള കൺസിഡറേഷനാണ് അവിടെ വരുന്നത്. പക്ഷേ ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. നിങ്ങൾ NCERTs വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ NCERTസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻഡിവിജ്വൽ ഷുഡ് ബി ഹാവിങ് ദി ഓപ്പർച്യൂണിറ്റി. ഇതിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രിയാമ്പിൾ സെക്വസ് ടു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്ന ലിബർട്ടി എന്ന് പറയുന്നത് എന്തല്ല? ആബ്സലൂട്ട് ലിബർട്ടി അല്ല, ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് അല്ല. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അറ്റൈൻ ഹിസ് ഓർ ഹെർ ഫുൾ പൊട്ടൻഷ്യൽ. ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന ലിബർട്ടി എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻ ബ്രീഫ്, ലിബർട്ടി കൺസീവ്ഡ് ബൈ പ്രിയാമ്പിൾ ഓർ ഫണ്ടമെന്റലൈസേഷൻ ഈസ് നോട്ട് ആബ്സലൂട്ട് ബട്ട് ക്വാളിഫൈഡ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആബ്സലൂട്ട് അല്ല, ഒരു ക്വാളിഫൈഡ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓർത്തിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് കംസ് ഇക്വാലിറ്റി. അടുത്തൊരു ഐഡിയ ആണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റും ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും കൂടാണ് നമുക്ക് നോക്കാനുള്ളത്.
ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. ഇതിനകത്ത് എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. ഇതിൻ്റെ ഐഡിയ എന്താണ്? ഇക്വാലിറ്റി. എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ്. എല്ലാവർക്കും സെയിം സ്റ്റാറ്റസ് ആയിരിക്കും. അതായത് to any section of the society and the provision to adequate opportunities for all individuals without any discrimination. അതായത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈക്വാലിറ്റി എന്ന് വിളിക്കാം. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എ സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. സ്റ്റാറ്റസ്, ഞാനും നിങ്ങളും സെയിം ആണ്, ഞാനും അംബാനിയും സെയിം ആണ്, ഓപ്പർച്യൂണിറ്റിയും ഞങ്ങളുടെ സെയിം ആണ്, എനിക്ക് എലിജിബിലിറ്റിയും കണ്ടീഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താ അച്ചീവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിനകത്ത് പറയുന്ന 3 ഡയമെൻഷൻസ് ആണ് ഇക്വാലിറ്റി: സിവിക്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്. 3 ഡയമെൻഷനാണ് സിവിക്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്. ഇപ്പോൾ സിവിക്, എനിക്ക് സൊസൈറ്റിയിലുള്ള ജസ്റ്റിസിന് ഈക്വലൻ്റ് ആണ് സിവിക് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വേണം? എല്ലാവരും ഈക്വൽ ആണ്, എല്ലാ കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല, അത് ഇന്ത്യയിലുണ്ട്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആർട്ടിക്കിൾ 326 നമ്മൾ നേരത്തെ പറഞ്ഞു, വോട്ടിംഗ് റൈറ്റ്സിൽ സെയിം ആണ്, അത് നമുക്കുണ്ട്. ആൻഡ് മൂന്നാമത്തത് എക്കണോമിക് ഇക്വാലിറ്റി. എക്കണോമിക് ഇക്വാലിറ്റി എന്തില്ല? ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യയിൽ ഇനീക്വാലിറ്റി വളരെ കൂടുതലാണ്, അത് ഒറ്റയടിക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കില്ല. ഇതിനെന്ത് വേണം? കുറേ കണ്ടീഷൻസും അല്ലെ കുറേ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. സോ പൊളിറ്റിക്കലും സിവിക്കും നമുക്കുണ്ട്, എന്തില്ല? എക്കണോമിക് ഇക്വാലിറ്റി ഇല്ല. എഗെയിൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുമ്പോൾ നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, വിച്ച് ഈസ് ആർട്ടിക്കിൾ 14 to 18. അവിടെ നമ്മൾ ഇക്വാലിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി അടുത്ത ഒരെണ്ണമാണ് ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യത്വം എന്നൊക്കെ പറയുന്നത്. നമുക്ക് സൊസൈറ്റിയിൽ ഫ്രട്ടേണിറ്റി മീൻസ് എ സെൻസ് ഓഫ് ബ്രദർഹുഡ്, ഒരു സഹോദര സ്നേഹം, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു തോന്നലാണ് എന്ത് പറയാ? ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയാ. ആൻഡ് ഫ്രട്ടേണിറ്റി ബൈ സിസ്റ്റം ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയുടെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്, ഇത് നമുക്ക് സിറ്റിസൺഷിപ്പ് പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യക്ക് എന്തേ ഉള്ളൂ? ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. ദർ ഈസ് നോ കൺസിഡറേഷൻ ഓഫ് സിറ്റിസൺ ഓഫ് കേരള. ഈ ഒരു കൺസെപ്റ്റ് നമ്മളില്ല. നമ്മൾ പറയുമെങ്കിലും നമുക്ക് എന്തില്ല? സിറ്റിസൺ ഓഫ് കേരള എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും സെയിം ആണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ഒരു മൈഗ്രൻ്റ് ലേബർ ആണെന്നുണ്ടെങ്കിലും, കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു മൈഗ്രൻ്റ് ലേബർ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും എന്താണ്? സെയിം ആണ്. സെപ്പറേഷൻ പാടില്ല. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺസ് ടു പ്രൊമോട്ട് ഹാർമണി വിത്തിൻ ദ സൊസൈറ്റി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും സെയിം കൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. വി വിൽ ലേൺ സെപ്പറേറ്റ്ലി. ആൻഡ് ഫ്രട്ടേണിറ്റി ഹാസ് ടു എൻഷുർ 2 things: ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. എന്തിനായി ബ്രദർഹുഡ് എൻഷുർ ചെയ്യുന്നത്? വേറൊരാൾക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടായിരിക്കണം, അല്ലെ നമ്മുടെ കൂടെ താമസിക്കുമ്പോൾ അവന് തോന്നരുത് എന്താണ് നമ്മൾ രണ്ടുപേരും വേറെ വേറെ ആണെന്ന് തോന്നരുത്, ഒരുമിച്ചാണ് പറയുന്നത്. വി ഓൾ ആർ ഇന്ത്യൻസ്. അതുപോലെ തന്നെ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിൽ ഒരു ബ്രദർഹുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു കോമൺ റിലേഷൻ നമുക്ക് കീപ്പപ്പ് ചെയ്ത് പോകാനും പറ്റും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ പ്രൈമറി ഐഡിയ ഫ്രട്ടേണിറ്റി. ദീസ് ആർ ദി കീവേഡ്സ് ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ. ഇതിനകത്ത് കുറച്ച് കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അല്ല, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഡ്യൂട്ടീസിലൊക്കെ പഠിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ? എന്തിനാണ്? ഇപ്പോൾ പ്രിയാമ്പിൾ നോക്കുവാണെങ്കിൽ, പ്രിയാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ആർട്ടിക്കിൾ 1 എന്നോ 2 എന്നോ 10 എന്നോ 100 എന്നോ ഒന്നും പറഞ്ഞില്ല. എൻ്റെ റീസൺ ഒരു ആർട്ടിക്കിൾ അല്ല പ്രിയാമ്പിൾ. അതായത് അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രിയാമ്പിൾ എംബോഡീസ് ദ ബേസിക് ഫിലോസഫി. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിളിൻ്റെ അടിയിലൊന്നും അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്? It embodies the basic philosophy and fundamental values of the constitution, അല്ലെ fundamental values of Indian system, that is political, moral, religious, on which the constitution is based. Indian constitutionന്റെ ഏറ്റവും ബേസിക് ഫിനോമിനാസ്, ഏറ്റവും ബേസിക് വാല്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ പ്രിയാമ്പിളിൽ കാണാൻ പറ്റും. സിമിലർലി ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഹൊറോസ്കോപ്പ് ഓഫ് ഇന്ത്യൻ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഹൊറോസ്കോപ്പ് ആണെന്നാണ് കെ എം മുൻഷി പറഞ്ഞിരിക്കുന്നത്. അതായത് ജാതകമാണ്, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഇന്നത്തെ വേർഷനാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ജാതകം നോക്കിയാൽ നമ്മുടെ ജാതകം എന്തായിരിക്കും ചെയ്യുക?
നാളെ നമ്മൾ ആരാവും, രാജയോഗം ഉണ്ടോ, ആ യോഗം ഉണ്ടോ, ഈ യോഗം ഉണ്ടോ എന്നുള്ളതായിരിക്കും പറയാം. സിമിലർലി പ്രിയാമ്പിളിലും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, മുൻഷി പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അംബേദ്കർ വിളിക്കുന്നതാണ് പ്രിയാമ്പിൾ ഈസ് ദി സോൾ ഓഫ്